ശ്രീധ, പ്രിയങ്ക ഗാന്ധി വയനാട് നിന്ന് മത്സരിക്കുകയാണ്. മിക്കവാറും ജയിക്കുമെന്നാണ് പല ആൾക്കാരും പറയുന്നത്. പക്ഷെ പ്രിയങ്ക ഗാന്ധി വയനാട് MP ആയിരിക്കില്ല. എന്താ കാരണം? എന്തായാലും MP ആയിരിക്കും. പക്ഷെ എന്തായാലും അടുത്ത 2025 ഡൽഹിയിൽ തിരഞ്ഞെടുപ്പ് വരികയാണ്. എന്തായാലും ഏറ്റവും പുതിയ വിവരങ്ങൾ, ഈ രാഹുൽ ഗാന്ധി വയനാട്ടിന് പണി കൊടുത്തിട്ടാണല്ലോ പോയത്. കാരണം 2024 പലരും പറഞ്ഞായിരുന്നു, പല രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞു എന്തായാലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി മത്സരിക്കും, അതിനുശേഷം റായ്ബറേലിയിലേക്ക് തന്റെ ചുവട് മാറ്റുമെന്ന് പറഞ്ഞിരുന്നു. ഈ ലോക്സഭ നമ്മൾ ഇതിന്റെ തുടക്കം മുതൽ തന്നെ ശ്രദ്ധിക്കുമ്പോൾ അറിയാം, ജനങ്ങളെ പറ്റിക്കുക. വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പ് ദിവസം കഴിയുന്നത് കാത്തിരിക്കുകയാണ്. എന്തിനാണ്? അടുത്ത് റായ്ബറേലിയിൽ മറ്റ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുവാൻ. അങ്ങനെയാണെങ്കിൽ ജനങ്ങളോട് തുറന്നു പറയുക, ഞാൻ വയനാട്ടിൽ മത്സരിക്കുകയാണ്, റായ്ബറേലിയിൽ മത്സരിക്കുകയാണ്. ഇത് വയനാട്ടിലെ ഇലക്ഷൻ കഴിയാൻ വേണ്ടി കാത്തിരുന്നിട്ട് റായ്ബറേലിയിലേക്ക് മാറുകയാണ്. രണ്ടിടത്തും വിജയിക്കുന്നു, വയനാടിനെ ഉപേക്ഷിക്കുന്നു. അതിനുശേഷം സഹോദരിയെ അവിടെ എത്തിക്കുകയാണ്. ഇപ്പൊ സഹോദരി, പുതിയ വിവരം അനുസരിച്ച് സഹോദരിയും പ്രിയങ്ക ഗാന്ധിയും വയനാട് വിടാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ ഡൽഹിയിൽ ഇലക്ഷൻ വരികയാണ്. ഡൽഹി അറിയാം, നമ്മുടെ ഭരണസിരാ കേന്ദ്രമാണ്. അപ്പൊ അവിടെ അധികാരത്തിൽ എത്തുക എന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ലക്ഷ്യമാണ്. പുതിയൊരു പാർട്ടിയായാണ് ആം ആദ്മി പാർട്ടി AAP കടന്നു വരികയാണ്. ഡൽഹിയിൽ ഭരണം പിടിച്ചത് കൊണ്ട് തന്നെ അവർക്ക് ഇന്ത്യയിൽ പലയിടങ്ങളിലേക്കും വളരാൻ കഴിഞ്ഞു. അതിന്റെ ഡൽഹിക്ക് സമീപമുള്ള പഞ്ചാബിലേക്ക് വളരാൻ കഴിഞ്ഞു. പിന്നെ ഗോവയിൽ അവർക്ക് MLA മാരുണ്ടാകുന്നു, ഗുജറാത്തിൽ MLA മാരുണ്ടാകുന്നു. വലിയ വളർച്ച അവർക്ക് ഉണ്ടാക്കുവാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രധാന കാരണം ഈ ഡൽഹി പിടിക്കുക എന്നതാണ്. ആ ഡൽഹിയിൽ ഇപ്പോൾ പൂർണ്ണമായും പല ഈ AAPയുടെ വളർച്ചയോടെ തന്നെ പൂർണ്ണമായി തുടച്ചു നീക്കപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസ്. അപ്പോൾ അങ്ങനെ ഒരു തിരിച്ചുവരവിന് വേണ്ടിയാണ് പ്രിയങ്ക ഗാന്ധി അവിടെ ഉയർത്തിക്കാട്ടുന്നത്. 2025 ഇലക്ഷനിൽ പ്രിയങ്ക ഉയർത്തിക്കാട്ടിയായിരിക്കും അവർ തിരഞ്ഞെടുപ്പ് നേരിടാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ്. ഒന്നെങ്കിൽ ചിലപ്പോൾ ഇലക്ഷന് മുൻപ് തന്നെ, ഇലക്ഷന്റെ ഭാഗമായി തന്നെ പ്രിയങ്ക അവിടെയുള്ള ഈ ഡൽഹിയിലെ ഒരു മണ്ഡലത്തിൽ മത്സരിക്കും. അല്ലാത്ത പക്ഷം ഈ പ്രിയങ്കയെ മുൻനിർത്തി ആ ഇലക്ഷൻ മുന്നോട്ട് കൊണ്ടുപോവുക. അതിനുശേഷം ഒരു ഭരിക്കാനുള്ള സീറ്റ് ലഭിക്കുകയാണെങ്കിൽ പ്രിയങ്ക ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി വരിക. എന്തായാലും വയനാട്ടിലെ ഒരു MP വലുതാണല്ലോ നമ്മുടെ ഡൽഹിയിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. വയനാട്ടിലെ MP ആയിട്ട് പോകുമ്പോൾ പ്രിയങ്ക ഗാന്ധിയിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ടല്ലോ. പ്രിയങ്ക പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ, രാഹുൽ ഗാന്ധി സത്യം പറഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് തന്നെ വേണ്ടാത്തൊരു അവസ്ഥയിലാണ്, എങ്കിലും ചുമക്കുകയാണ്. പക്ഷേ വയനാട്ടിൽ നിന്ന് പ്രിയങ്ക ഗാന്ധി മത്സരിച്ച് MP ആയിട്ട് പോകുമ്പം അവിടെയുള്ള ഒരു പ്രതിപക്ഷ നേതാവ് എന്നൊരു യഥാർത്ഥത്തിലുള്ള ഒരു പ്രതിപക്ഷ നേതാവിന്റെ റോള് പ്രിയങ്കയിലേക്ക് ആ ബാറ്റൺ കൈമാറപ്പെടും എന്നുള്ള ഒരു ചർച്ച കോൺഗ്രസിനകത്ത് നടക്കുന്നുണ്ട്. ഇല്ല, അതൊന്നുമല്ല. കാരണം 2019 ഇലക്ഷനിൽ വയനാട്ടിലെ ജനങ്ങൾ പറ്റിക്കപ്പെടുകയാണ്. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക എന്നതാണ് കോൺഗ്രസിന്റെ നയം. എന്നിട്ട് എന്തെങ്കിലും കഴിഞ്ഞോ? എന്നിട്ട് കഴിഞ്ഞ 5 വർഷം വിരലിൽ എണ്ണാവുന്ന തവണ മാത്രമാണ് രാഹുൽ ഗാന്ധി വയനാട് സന്ദർശിച്ചിട്ടുള്ളത്. 100 കണക്കിന് പ്രശ്നങ്ങളാണ്. ഏറ്റവും കൂടുതൽ വനവാസികൾ സന്ദർശിച്ചു. അതെ, ഈ നമ്മുടെ വനവാസികൾ, ട്രൈബൽ ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ്. അവർക്ക് 100 കണക്കിന് പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിലെ പിന്നോക്കാവസ്ഥ, ഗതാഗത കുരുക്ക്, രാത്രി യാത്രാ നിരോധനം ഉൾപ്പെടെ. ചേട്ടൻ ചുരത്തിൽ പോയിട്ടുണ്ടായിരിക്കും, വയനാട്ടിൽ പോയിട്ടില്ല. കാരണം ഈ വയനാട്ടിൽ ഒരാൾക്ക് അസുഖം വരികയാണ്. കാരണം ആരോഗ്യ മേഖലയിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്, മാനന്തവാടി മെഡിക്കൽ കോളേജിൽ. അവിടെ ഒരു ജില്ലാ ഹോസ്പിറ്റലിന്റെ അത്ര പോലും സൗകര്യമില്ലാത്ത ഒരു ഹോസ്പിറ്റലാണ് മാനന്തവാടി മെഡിക്കൽ കോളേജ്. രാഹുൽ ഗാന്ധി ഇരുന്നിട്ട് ഇതൊന്നും വികസിച്ചില്ല. എന്താ, ഒരു ആംബുലൻസ് അവിടെ, ഒരു ആംബുലൻസ് എന്തോ കൊടുത്തിട്ടുണ്ട്, അതായിരിക്കും. ഒന്നും വികസിച്ചിട്ടില്ല. അതിൽ ഏറ്റവും മറ്റൊരു കാര്യം, ഈ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നിന്നും ഇപ്പൊ ഒരാൾക്ക് ഒരു അസുഖമായി പോവുകയാണ്, നേരെ റെഫറൻസ് ചെയ്യും, നിങ്ങൾ കോഴിക്കോടേക്ക് പോകും, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വരണമെങ്കിൽ ഗതാഗത പ്രശ്നമുണ്ട്. ചുരം ഇറങ്ങുക, ചുരമെല്ലാം ബ്ലോക്കാണ്, പല പ്രശ്നങ്ങൾ കൊണ്ടും ബ്ലോക്കാണ്. അങ്ങനെ ഗതാഗത പ്രശ്നം. ഈ വന്യജീവി ശല്യം അറിയാമല്ലോ. ഈ ഇടക്കാലത്ത് എത്ര പേരെയാണ് വന്യജീവികൾ ചവിട്ടിക്കൊല്ലുന്നതും, ഈ കടുവ ആൾക്കാരെ കടിച്ചു കൊല്ലുന്നു, ആന വീട്ടിന് സമീപമെത്തി ഒരു ഗൃഹനാഥനകത്ത് ചവിട്ടിക്കൊല്ലുന്നു. അത്ര 100 കണക്കിന് പ്രശ്നമുള്ള ഒരു മണ്ഡലത്തിൽ എന്ത് ചെയ്തു? ആ ജനങ്ങൾക്ക് ആ പ്രതീക്ഷയെല്ലാം പൂർണ്ണമായി തന്നെ അസ്തമിച്ചിരിക്കുന്നു. അത് നാം ഈ തെരഞ്ഞെടുപ്പിലും കണ്ടതാണ്. രാഹുൽ ഗാന്ധി ആദ്യമായി വരുമ്പോൾ 80%-ലധികമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന പോളിംഗ് ശതമാനം. ഇപ്പോൾ
അത് വന്ന് നിൽക്കുന്നത് വെറും 64-ലേക്ക് വളരെ ചുരുങ്ങുകയുണ്ടായി. അപ്പോൾ അത് ജനങ്ങൾ സ്വാഭാവികമായും രാഹുൽ ഗാന്ധിക്കും വോട്ട് ശതമാനം കുറഞ്ഞിട്ടുണ്ട്. ആദ്യ തവണ മത്സരിക്കാൻ വന്നപ്പോൾ 4,30,000-ലധികം വോട്ടുണ്ടായിരുന്ന രാഹുൽ ഗാന്ധി പിന്നീടുള്ള ഇലക്ഷനിൽ, ഈ കഴിഞ്ഞ ഇലക്ഷനിൽ വന്നു നിൽക്കുന്നത് 3,60,000-ലേക്ക് കുറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾക്ക് പ്രതീക്ഷയില്ല. അതിൽ വീണ്ടും ജനങ്ങളെ പറ്റിക്കുന്ന ഒരു രീതിയിലേക്കാണ് പുതിയ വാർത്തകൾ വരുന്നത്. എന്തായാലും കോൺഗ്രസ് അവിടെ ശക്തിപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ഡൽഹിയുടെ കോൺഗ്രസിന്റെ നേതൃത്വമുണ്ടല്ലോ, അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അവർ തുടക്കം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ വയനാട്ടിൽ പ്രിയങ്ക മത്സരിക്കരുത്, കാരണം തങ്ങൾക്ക് ആവശ്യമുണ്ട്. കാരണം നമുക്കറിയാം, ഒരു കാലത്ത് ഷീല ദീക്ഷിത് അറിയാമോ, ഡൽഹിയുടെ മുഖ്യമന്ത്രിയായിരുന്നു. 3 തവണയിലധികം മുഖ്യമന്ത്രിയായിരുന്ന ഡൽഹിയിൽ കോൺഗ്രസിന്റെ മുഖമായിരുന്നു. പക്ഷെ പിന്നീടുണ്ടായ പല വിവാദങ്ങൾ, കോമൺവെൽത്ത് അഴിമതി കേസ്, അതോടൊപ്പം തന്നെ നിർഭയ സംഭവങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ വലിയ രീതിയിൽ അവർക്ക് ഭരണവിരുദ്ധ വികാരം വരുന്നു. ആ സമയത്ത് തന്നെയാണ് ഈ AIPയുടെ വളർച്ചയും, ആ വളർച്ചയുടെ ഭാഗമായി കോൺഗ്രസ് പിന്നീട് അവിടെ തകർന്നടിയുന്ന സാഹചര്യം ഉണ്ടായി. ഏറ്റവും അവസാനം 2015 ഇലക്ഷൻ ഉണ്ടായിരുന്നു. അന്നാണ് ചരിത്രത്തിൽ ആദ്യമായി കോൺഗ്രസ് 0-ലേക്ക് മാറുകയാണ്. AIP 67 സീറ്റും അതോടൊപ്പം തന്നെ BJP 3 സീറ്റും ഉണ്ട്. പിന്നീട് നടന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2020 തെരഞ്ഞെടുപ്പിലും BJPക്ക് 8 സീറ്റും AIPക്ക് 62 സീറ്റും നേടിയിട്ടുണ്ട്. ആ സമയം എന്തായാലും കോൺഗ്രസ് 0-ആണ്. അങ്ങനെ 0-ൽ നിന്നും കരകയറ്റാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നോക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് അവർ കരുതുന്നത് പ്രിയങ്ക ഗാന്ധിയാണ്. പ്രിയങ്കയ്ക്ക് എന്തായാലും അവിടെ എന്തായാലും വനിതാ മുഖ്യമന്ത്രിമാർക്ക് വളരെ ചാൻസ് ഉള്ള ഒരു മണ്ഡലമാണ്. സുഷമ സ്വരാജ് ഡൽഹിയിൽ മുഖ്യമന്ത്രി ആയിരുന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിനുശേഷം ഷീല ദീക്ഷിത് മുഖ്യമന്ത്രിയായിരുന്നു. ഇപ്പോഴും ഒരു വനിതാ മുഖ്യമന്ത്രിയാണ്. അങ്ങനെ വനിതാ മുഖങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്ഥാനത്ത് പ്രിയങ്കയിലൂടെ ആ മണ്ഡലം, ആ സംസ്ഥാനം പിടിച്ചെടുക്കാമെന്ന് കോൺഗ്രസ് കരുതുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു വലിയ രാഷ്ട്രീയ വിവാദത്തിലേക്കായിരിക്കും പോകുന്നത്. അത് വീണ്ടും ബാധിക്കുന്നത് വയനാട്ടിലെ ജനങ്ങളായിരിക്കും. അവർ എന്തായാലും വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടി വരും. അത് കോൺഗ്രസിനെ ബാധിക്കുകയാണ് നിരന്തരം ഇത്തരം ജനങ്ങളെ. പക്ഷെ ഇതിന് സമാനമായ രീതിയിൽ തന്നെയാണ് കേരള കോൺഗ്രസ് ഈ പരിപാടി ഉണ്ടായിരുന്നു. ഈ മാണിയുമായി ബന്ധപ്പെട്ട് അവിടെ മത്സരിക്കുന്നു, ഇവിടെ മത്സരിക്കുന്നു. എന്തായാലും ഒരു കേരള കോൺഗ്രസ് ചുരുങ്ങി പോകണ ഗോളുണ്ട്. BJP അങ്ങനെയാണെങ്കിൽ ഡൽഹി ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു സംസ്ഥാനമാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധിയാണ് വരുന്നതെങ്കിൽ BJP ആരായിരിക്കും ഇവിടെ നിർത്താൻ പോകുന്നതെന്ന് ശ്രീജിത്തിന് തോന്നുന്നത്? ആരായിരിക്കും? അല്ല, BJP എന്തായാലും നരേന്ദ്രമോദിയുടെ മുഖം ഉയർത്തിക്കാട്ടിയായിരിക്കും ഡൽഹിയിൽ തെരഞ്ഞെടുപ്പിന് കളമൊരുക്കുക. അല്ല, BJP അവിടെ സ്മൃതി ഇറാനി ഇറക്കാനുള്ള ഒരു പദ്ധതി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ സ്മൃതി ഇറാനിയുടെ കൂടെ ആ ഒരു വരവ് മുന്നിൽ കണ്ടായിരിക്കും പ്രിയങ്ക ഗാന്ധിയെ കൂടെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് പ്രിയങ്ക ഗാന്ധി ഡൽഹിയുടെ മുഖ്യമന്ത്രിയാകട്ടെ എന്നുള്ള രീതിയിലേക്ക് കോൺഗ്രസ് നിലവിൽ പോകുന്നത്. പക്ഷേ ശ്രീത്ത് പറഞ്ഞതുപോലെ അത് വലിയൊരു ചതിയാണ്, അതിൽ യാതൊരുവിധ സംശയമില്ല. കാരണം ആദ്യം രാഹുൽ ഗാന്ധി വന്നു, ചേട്ടൻ വന്നു, അത് കഴിഞ്ഞ് പിന്നെ അനിയത്തി വന്നു. അനിയത്തി വന്നപ്പോ അനിയത്തിയുടെ 2 മക്കളെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പം അതെ എനിക്ക് തോന്നണേ അങ്ങനെയാണെങ്കിലും വീട്ടിൽ തന്നെ മരുമകനുണ്ടല്ലോ. അതെ, ഇനി റോബർട്ട് വാദ്ര ആയിരിക്കും ചിലപ്പോ വയനാട്ടിൽ മത്സരിക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഇല്ലെങ്കിൽ റോബർട്ട് വാദ്രയ്ക്ക് മത്സരിക്കാൻ ഒരുപാട് കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. റോബർട്ട് വാദ്ര ഇല്ലെങ്കിൽ അവരുടെ 2 മക്കളുണ്ട്. അതിൽ ഒരാള് എനിക്ക് തോന്നുന്നു പ്രായപൂർത്തിയാവാറായെന്ന് തോന്നുന്നു. അപ്പൊ പുള്ളിക്കാരനെ വല്ലതും മത്സരിപ്പിക്കാനായിരിക്കും ഇവരുടെ പദ്ധതി എന്നാണെന്ന്. അങ്ങനെ ഇവര് ഊട്ടി ഉറപ്പിച്ചിരിക്കുന്ന ആ ഒരു കുടുംബാധിപത്യം അതുപോലെ നിലനിർത്താൻ ഇവർക്ക് സാധിക്കും. കുടുംബത്തിൽ തന്നെ പിന്നെ പ്രശ്നം, യാതൊരുവിധ പ്രശ്നവും. വയനാട്ടിലെ ജനങ്ങൾ ഒരു കുടുംബത്തിന് വേണ്ടി എങ്ങനെ അവരുടെ ജീവിതം മാറ്റിവെക്കേണ്ട അവസ്ഥയാണല്ലോ. അതാ വയനാടിന്റെ പ്രത്യേകത തന്നെ. വയനാട് എന്താ, ഇപ്പൊ പണ്ട് സിദ്ദിഖ് അവിടെ മത്സരിക്കാൻ പോയിരുന്നു. സിദ്ദിഖ് MLA. അതെ, ഇപ്പൊ സിദ്ദിഖ് വയനാട് MP ആയി കൊതിച്ച് നിൽക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ ഈ കോൺഗ്രസ്സുകാർ അടിച്ചിട്ടുണ്ട്. അതെ, കോൺഗ്രസ്സുകാർ തന്നെ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വയനാട് ഏത് കുറ്റിച്ചൂല് നിർത്തിയാലും ചെയ്യുന്നു. അപ്പൊ രാഹുൽ ഗാന്ധിക്ക് അവർ കൊടുക്കുന്നതിന് വില നമ്മൾ ആലോചിച്ച് നോക്കണം. എന്തായിരുന്നാലും വരട്ടെ, നമുക്ക് നോക്കാം. പ്രിയങ്ക ജയിച്ചു വരികയാണെങ്കിൽ പ്രിയങ്ക രാജിവെക്കുമോ എന്ന് നോക്കാം. ജയിച്ചില്ലെങ്കിൽ രാജിവെക്കേണ്ട ആവശ്യമില്ലല്ലോ. ശരി, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.